HJG 40 വാട്ട്സിൻ്റെ 2 ഫോഗ് ലാംപ്സ്, അതായത് 4 പ്രൊജക്ടർ ടൈപ്പ് വരുന്നത്. തുറന്ന് കാണിക്കാം. ഇതാണ് ലൈറ്റിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കയ്യിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഹീറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫിൻസാണ്, അലൂമിനിയം ഫിൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്ലഗ് ആൻഡ് പ്ലേ കണക്ഷനുള്ള സോക്കറ്റ് കാര്യങ്ങളുണ്ട്. ലൈറ്റ് പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് അത് ക്രാഷ് ഗാർഡിലും എല്ലാം മൗണ്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ക്ലാംസ് ആണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ HJGയുടെ പഞ്ചിങ് കാര്യങ്ങൾ, എംബോസിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ഫിറ്റ് ചെയ്യാൻ പാകത്തിന് അതിൻ്റെ ഒരു എലങ്കി തന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ. പിന്നെ വണ്ടിയിൽ സ്ക്രാച്ച് വീഴാതിരിക്കാനും വൈബ്രേഷനും കറക്റ്റ് സീറ്റിംഗ് പോകാനും വേണ്ടിയിട്ട്, വൈബ്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ 2 റബ്ബറിൻ്റെ ഇതും പിന്നെ അത് ഫിറ്റ് ചെയ്യാനുള്ള 2 SS-ൻ്റെ അലം ബോൾട്ട് തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന അതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ മൗണ്ടിങ് ആയിട്ടുള്ള ക്ലാമ്പ്, അതിൻ്റെ ഫിറ്റിങ്സിനുള്ള സാധനങ്ങളും നമുക്കവർ തന്നിട്ടുണ്ട്, നട്ട് മുറി. പിന്നെ ഈ സെറ്റിൻ്റെ കൂടെ അതിൻ്റെ വയറിങ് ഹാർനസ് എല്ലാം നമുക്ക് അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അതിൻ്റെ വയറിങ് കിറ്റാണ്. ഇതാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. ഇതിൻ്റെ സ്വിച്ചും വയറിങ് ഹാർനസ് എല്ലാം ഉള്ളത്. സ്വിച്ചൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഫ്യൂസ് ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ടിങ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ലൈറ്റിനോ വയറിങ് കിറ്റിനോ കാര്യങ്ങൾ പോയിട്ട് പ്രശ്നം വരില്ല. ഫ്യൂസ് വരുന്നുണ്ട് അതിനകത്ത്. ഇതതിൻ്റെ മൊഡ്യൂളാണ്. ഇതിൽ ഫ്ലാഷിങ് വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പിന്നെ 2 കൂടി കമ്പൈൻ ചെയ്തിട്ടൊരു വാം സെക്ഷനിൽ വരുന്നുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ സെറ്റ് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഇതവരുടെ സ്റ്റിക്കർ, വാറണ്ടി കാർഡ്, ഇത്രയാണ് ബോക്സിലുള്ളത്. നമ്മുടെ വണ്ടി KTM അഡ്വഞ്ചർ 390 ആണ് വണ്ടി. അപ്പോൾ അതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ രീതിയിലൊരു ക്ലാമ്പ് ഞാൻ ലേസർ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് ബെൻഡ് ചെയ്ത് പൗഡർ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കാണ് ഈ കാണുന്നത്. അല്ല, ഞാൻ സ്വയം ചെയ്തുണ്ടാക്കിയതാണ്. ഈ ഭാഗത്താണ് ഫോഗ് ലൈറ്റ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ HJGയുടെ തന്നെ മിനി ഡ്രൈവ് ഇതിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെക്കാനാണ് ഉദ്ദേശിച്ചത്. ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാമ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പഴയ മിനി ഡ്രൈവ് ആ ക്ലാമ്പിൽ തന്നെ അടിയിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വെച്ചിട്ടുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. കുറച്ചധികം നേരം എടുത്തു. വയറിങ് എല്ലാം കറക്റ്റ് ചെയ്തു, ലൈറ്റ് പിടിപ്പിച്ചു. 2 സൈഡിൽ ലൈറ്റ് പിടിപ്പിച്ചിട്ടുള്ളൊരു ലുക്കാണത്. ലൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കാം. ലൈറ്റ് പിടിപ്പിച്ചിട്ടുള്ളൊരു ലുക്കാണത്. വയറെല്ലാം പ്രോപ്പറായിട്ട് പ്രോപ്പർ ചാനൽ വഴി തന്നെ കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. അടിയിൽ വഴി കൊടുത്തു. ഫ്യൂസ് ക്യാരിയറോടും മൊഡ്യൂള് കാര്യങ്ങളെല്ലാം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കണക്ഷൻ വന്നത്. വണ്ടിയുടെ ആക്സസറി പോയിന്റിൽ തന്നെയാണ് കണക്ഷൻ എടുത്തേക്കുന്നത്. അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിലൊരു വൈറ്റ് വയർ വരുന്നുണ്ട്. ആ വൈറ്റ് വയർ ഡയറക്റ്റ് ആക്സസറിയുടെ പോസ്റ്റിൽ കൊടുത്തിട്ട് പ്ലസും മൈനസും ബാറ്ററിയിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി. കൺഫ്യൂഷൻ വരാനായിട്ടൊന്നുമില്ല ഇതിൽ. ലൈറ്റിൻ്റെ സ്വിച്ചും കൂടി കണക്ഷൻ പിടിപ്പിക്കാനുണ്ട്. ഔട്ട് കാണിച്ചു തരാം. ഇത് സ്റ്റോക്ക് ഹെഡ്ലൈറ്റാണ്. ഇതിൻ്റെ ഡിമ്മാണിത്.
ഹൈ ബീം വരുന്നു, ഇത്രയും വരിക, ലോ ബീം ഇടുക. ഇതെൻ്റെ HDയുടെ മിനി ഡ്രൈവ് താഴെ വെട്ടം കാണാൻ പറ്റും. ഇത് മിനി ഡ്രൈവിൻ്റെ ഹൈ ബീമാണ്. ഇത് മിനി ഡ്രൈവ്. ഇതാണിപ്പോൾ നമ്മൾ പുതിയത് വെച്ച ലൈറ്റിൻ്റെ. അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഏരിയ കവർ ആവുന്നുണ്ട്. ഇതെൻ്റെ മഞ്ഞ. അത് ഞാൻ ഓഫ് ചെയ്തു. മിനി ഡ്രൈവ് ഓഫ് ചെയ്തു. മിനി ഡ്രൈവ് ഇല്ലാതെ എന്തൊട്ടാണ് എന്താ ഫ്ലാഷിംഗ് മോഡോട് കാണിച്ചുതരാം. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വീഡിയോയിൽ കാണുന്നതിലും കൂടുതൽ നല്ല രീതിയിൽ വെളിച്ചമുണ്ട്. ഹൈവേയിൽ നൈറ്റ് റൈഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല കവറേജ് കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു.